ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് ധീരമായ നിലപാടുകളുടെ ഇടയൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തനെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. ഭക്തരോടുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പാലിയേക്കരയിലെ ടോൾ പിരിവ് അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ കമ്മിറ്റി. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് CPI. ആശാവർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ മനസ്സില്ലാത്ത സർക്കാരാണ് ഭരണത്തിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തെ അവികസിത സംസ്ഥാനമാക്കിയതിന്റെ ആഘോഷത്തിനാണ് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ. ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വൈകും. പരാതിയിൽ ഉറച്ചു മുന്നോട്ടു പോകുമെന്ന് നടി വിൻസി അലോഷ്യസ്. വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് വിശ്വാസത്തിൽ ഉറച്ച് ധീരമായ നിലപാടുകളെടുത്ത വ്യക്തിത്വം. വത്തിക്കാനിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ഐറിസിലായിരുന്നു ജനനം. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയ 1969 ഡിസംബർ 13 വൈദികനായി. 1973 മുതൽ 79 വരെ സഭയുടെ പ്രൊവിൻഷ്യാളായി. 1992 ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാനായി. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. 2001 കർദിനാളായി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു അർജന്റീനയുടെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത്. ആഡംബരവും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളുടെ മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. സഭാഭരണത്തിൽ ദരിദ്രർക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയുടെ പരിഷ്കരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മനുഷ്യപ്പറ്റുള്ള ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ന്യൂസ് ഡെസ്ക് TCV. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഉടനീളം ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട സഭാപിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അനുസ്മരിച്ചു. സഭൈക്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായുള്ള ഡയലോഗ് കമ്മിറ്റികൾക്ക് വേണ്ടി 4 തവണ മാർപ്പാപ്പയെ സന്ദർശിച്ച് ചർച്ച നടത്തുവാൻ അവസരം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം വത്തിക്കാൻ കൊട്ടാരം ഒഴിവാക്കി അതിഥി മന്ദിരമാണ് ഒപ്പമുള്ള താമസത്തിനും ചർച്ചകൾക്കുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കാറുള്ളത് എന്നും മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത വാർത്ത ദുഃഖത്തോടുകൂടെയാണ് ലോകം സ്വീകരിക്കുന്നത്. ആ ദുഃഖത്തിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സഭയുടെ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. സഭ ഐക്യ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പുറകിൽ എപ്പോഴും വൻ ശക്തിയായിട്ട് നിന്നിരുന്ന ഒരു സഭാപിതാവ്. ഞങ്ങളുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത അരമനകൾ ഒക്കെ മാറ്റി നിർത്തി അതിൽ ഡോമോസ് സാങ്ക്തെ മാർത്തെ എന്ന ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളും അവിടെ അതിഥികളായിട്ട് ചെല്ലുന്ന സമയത്ത് ആ ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുക. ഒരുമിച്ച് ഭക്ഷണത്തിന് അവിടെ ഭക്ഷണശാലയിൽ വരുന്ന സമയവും അതുപോലെ തന്നെ മീറ്റിങ്ങുകളുമൊക്കെ ഈ സമയത്ത് വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. 2015 മുതൽ ഇതുവരെ ഏകദേശം 4 പ്രാവശ്യം വത്തിക്കാനിൽ സന്ദർശിക്കാനും മാർപ്പാപ്പയെ കാണാനും അവസരമുണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ചിന്തകളും
അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എപ്പോഴും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഒക്കെ എതിരായിരുന്നു. യുദ്ധം വന്ന അവസരങ്ങളിൽ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ശക്തിമത്തായി വാക്കുകൾ പ്രയോഗിച്ച മറ്റ് ഒരു തലവനെയും നമ്മൾ കാണുന്നില്ല. ഈ ഒരു കാലവിയോഗം അത് ലോകത്തിന് തന്നെ വലിയ ഒരു നഷ്ടം എന്നതിന് സംശയമില്ല. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ തൻ്റെ വലത്ത് ഭാഗത്ത് കാണുന്നതിന് മാർപ്പാപ്പയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദർശന സമയത്ത് മാർപ്പാപ്പ മെഡലുകൾ സമ്മാനിച്ചതും മാർ ഔഗിൻ കുര്യാക്കോസ് അനുസ്മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ. പ്രവാസിയായ ജനങ്ങൾക്കിടയിൽ നിലകൊണ്ട ആഗോള കത്തോലിക്ക സഭാതലവനായിട്ടാകും അദ്ദേഹത്തെ കാലം അടയാളപ്പെടുത്തുക. ഭാരത സന്ദർശനത്തിന് സാധിക്കാതിരുന്നത് വലിയ നഷ്ടമാണ്. രാജ്യം ഗൗരവപൂർണമായ ക്ഷണം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നോ എന്നതിൽ സംശയമുണ്ടെന്നും മാർ ടോണി നിലങ്കാവിൽ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതിയാണ് മാർപ്പാപ്പ അവസാനമായിട്ടൊരു പേപ്പൽ ഓഡിയൻസ് പങ്കെടുത്തത്. അവസാനത്തെ ആ ഓഡിയൻസിൽ മാർപ്പാപ്പയെ കാണാനും സംസാരിക്കാനും സാധിച്ചു. ഒരുപക്ഷെ ഈ മാർപ്പാപ്പ സഭയുടെ ചരിത്രത്തിൽ ഓർക്കപ്പെടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു പ്രവാസിയായ മാർപ്പാപ്പയായിട്ടാണ്. ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് പ്രവാസികളായി കടന്നുപോയ ദമ്പതികളുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവാസികളോടും അവഗണിക്കപ്പെട്ടവരോടും ഏറെ അനുകമ്പ പ്രദർശിപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അവരെ സഭയുടെ ഹൃദയത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു, സഭയുടെ ഹൃദയത്തിൽ തന്നെ താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അനേകം രാജ്യങ്ങളും അനേകം അരമനകളും സഭയുടെ പല സ്ഥാപനങ്ങളും പ്രവാസികളെ കുടുംബാംഗങ്ങളായിട്ട് സ്വീകരിക്കുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപക്ഷെ അറിയപ്പെടാൻ പോകുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് സഭയുടെ സുവിശേഷം പ്രഘോഷിച്ച, സഭയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു മാർപ്പാപ്പ എന്ന നിലയിലാണ്. ഒത്തിരിയേറെ നവീകരണങ്ങൾ സഭാതലത്തിൽ കൊണ്ടുവരുവാനായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യ സന്ദർശനത്തിന് അദ്ദേഹം ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പലപ്പോഴും പരസ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഗൗരവതലത്തിൽ ആ ഒരു ഇൻവിറ്റേഷനെ കാണുകയും അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്തില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഭാരതം സന്ദർശിക്കുമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തനിക്കൊരിക്കലും മറക്കാനാവില്ലെന്ന് കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി ആർച്ച് ബിഷപ്പായി വാഴിച്ചത് തന്നെയായിരിക്കുമെന്നും വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. മാള പള്ളിപ്പുറത്ത് വീട്ടിലെത്തിയ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മാർപ്പാപ്പയെ അനുസ്മരിക്കുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായുടെ വേർപാട് അതീവ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടത്. ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ഇത്ര വേഗം മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം രോഗമൊക്കെ മാറി വത്തിക്കാനിൽ തിരിച്ചെത്തിയെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ മാസം 12-ാം തീയതി ഒരു ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ്. കൂടാതെ കോഴിക്കോട് രൂപതയെ അതിരൂപതയായിട്ട് പ്രഖ്യാപിച്ചത് ഈ മാർപ്പാപ്പയാണ്. എത്രമാത്രം അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ എന്നെ സ്നേഹിച്ച, അങ്ങനെ എന്നെ ഉയർത്തിയ ഈ മാർപ്പാപ്പയുടെ വേർപാട് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. ചരിത്രത്തിൽ ഈ മാർപ്പാപ്പയെ ആരും മറക്കില്ല. അദ്ദേഹം പിന്തുടർന്ന ഒരു ജീവിത ശൈലി ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റിയാണെന്ന് പറയാം. എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും ചേർത്ത് നിൽക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആധ്യാത്മികത. ആരെയും അദ്ദേഹം അകറ്റി നിർത്തിയിട്ടില്ല. ഈശ്വരവിശ്വാസികളെയും നിരീശ്വരവാദികളെയും മറ്റുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുവാൻ, അവരിലേക്ക് കടന്നു ചെല്ലാനൊക്കെ കഴിയാൻ സാധിച്ചു. അദ്ദേഹം തന്ന ആശയങ്ങൾ നമ്മൾ ജീവിക്കും. അദ്ദേഹം ദർശനങ്ങൾ എല്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കും. മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കുവാനും കരുണ കാണിക്കാനും ആർദ്രത കാണിക്കുവാനൊക്കെ പഠിപ്പിച്ച ഈ പാപ്പ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. മാർപ്പാപ്പയുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം നേതൃയോഗങ്ങളും 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കഷ്ടപ്പെടുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അത്താണിയായി അവരുടെ വിഹ്വലതകൾക്ക് ചെവികൊടുത്ത വിശുദ്ധ ഇടയനായി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്മരിക്കപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദുഃഖം രേഖപ്പെടുത്തി. മാനവരാശിയുടെ അഭിവൃദ്ധിക്കായി ജീവിതമൊഴിഞ്ഞുവെച്ച മാർപ്പാപ്പയുടെ സേവനങ്ങൾ ലോകം എന്നും സ്മരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച ആഗോള സഭയുടെ വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. സ്പർശിച്ച മേഖലകളിലെല്ലാം ആത്മീയതയുടെയും വിനയത്തിന്റെയും വിശുദ്ധിയുടെയും നവചൈതന്യം കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും പ്രദാനം ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചതായി ബിഷപ്പ് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ഉപവിയുടെയും മാതൃക കാണിച്ചു തന്ന യേശുവിൻ്റെ ചൈതന്യം ജീവിച്ച നല്ല ഇടയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ പിതാവിൻ്റെ നന്മയ്ക്കും സമർപ്പിത ജീവിതത്തിനും സർവേശ്വരൻ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പായുടെ നിര്യാണത്തിൽ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ഇടവക അനുശോചിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുശോചനമർപ്പിച്ച് സംസാരിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വെല്ലൂരാൻ, സഹവികാരിമാരായ ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ സംഘർഷം. കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ 7ഓടെയാണ് സംഘർഷമുണ്ടായത്. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ്, ബാബു എന്നിവരാണ് ദൃശ്യത്തിലുള്ളത്. കൊല്ലം അഞ്ചൽ സ്വദേശിയും ആർമി ഉദ്യോഗസ്ഥനുമായ അനിൽകുമാറും മകൻ അമലും സെക്യൂരിറ്റി ജീവനക്കാരുമായാണ് സംഘർഷമുണ്ടായത്. അനിൽകുമാറിന്റെ 2 കൈകളും സെക്യൂരിറ്റി ജീവനക്കാരൻ പുറകിലോട്ട് പിടിച്ചിരിക്കുന്നതായി ദൃശ്യത്തിലുണ്ട്. അമലിന്റെ കോളർ ജീവനക്കാർ പിടിക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂവരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ കയറാൻ ശ്രമിച്ചത് തടയുകയായിരുന്നുവെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത്. എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കുന്നതിനിടെ ജീവനക്കാർ മോശമായി പെരുമാറുകയും ഇത് ചോദ്യം ചെയ്തതോടെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് അമൽ പറഞ്ഞു. മറ്റൊരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവർ ദൃശ്യം പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരുടെ പരാതി ലഭിച്ചതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയ് കുമാർ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ കൊല്ലത്തുനിന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അനിൽകുമാറും കുടുംബവും രാവിലെ 10ഓടെ ഗുരുവായൂരിൽ നിന്ന് മടങ്ങി. പിടിവലിയിൽ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടി കൊളുത്ത് നഷ്ടപ്പെട്ടുവെങ്കിലും പരാതി നൽകാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്ന് അമൽ പറഞ്ഞു. ഹൈക്കോടതി വീഡിയോഗ്രാഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷുക്കണി സമയത്തെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടായിരുന്നു. ദേവസ്വം ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. TCV ഗുരുവായൂർ. യാത്രക്കാർക്ക് ദുരിതവും യാത്രാക്കുരുക്കും സ്ഥിരമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI തൃശൂർ ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. മണ്ണുത്തി അങ്കമാലി റോഡിൽ ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാകുന്നത്. ബദൽ യാത്രാ സൗകര്യമൊരുക്കാതെ ദേശീയപാത അടച്ചുകെട്ടരുതെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന്റെ പേരിൽ ദേശീയപാത അടച്ചുകെട്ടി. ബദൽ മാർഗമായി ഉപയോഗിച്ചിരുന്ന സർവീസ് റോഡുകൾ നന്നാക്കാതെ തകർന്ന നിലയിലുമാണ്. ടോൾ പിരിവ് വ്യവസ്ഥയിൽ നിഷ്കർഷിച്ചിട്ടുള്ളതുപോലെ യാത്രാ സൗകര്യം ലഭ്യമാകുന്നതുവരെ ടോൾ പിരിവ് പാടില്ലെന്ന് CPI ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു.
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മന്ത്രി K രാജൻ, രാജാജി മാത്യു തോമസ്, P ബാലചന്ദ്രൻ MLA എന്നിവർ സംസാരിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർക്കുന്ന അടിയന്തര യോഗം ചൊവ്വാഴ്ച നടക്കും. റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് യോഗം. ദേശീയപാത അതോറിറ്റി അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് താക്കീത് നൽകിയിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് ടോൾ പിരിവ് നിർത്തലാക്കാനായി ഇറക്കിയ ഉത്തരവ് കളക്ടർ താൽക്കാലികമായി മരവിപ്പിച്ചത്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര ഭാഗങ്ങളാണ് വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നത്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാജീവ് ചന്ദ്രശേഖർ. ആശാവർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ തയ്യാറാകാത്ത സർക്കാർ വാർഷികാഘോഷത്തിന് കോടികളാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കേരള കൺവെൻഷൻ പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തെ ജനങ്ങൾ കിടപ്പാടത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് സംസ്ഥാനത്തെ ആദ്യ വികസിത കൺവെൻഷൻ BJP തൃശൂരിൽ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഭരണമടക്കം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ ചേർന്നത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ KV ശ്രീധരൻ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KR ഹരി, KK അനീഷ് കുമാർ, വിൻഷി അരുൺകുമാർ, MS സമ്പൂർണ്ണ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരളത്തെ അവികസിത സംസ്ഥാനമാക്കിയതിന്റെ ആഘോഷത്തിനാണ് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ. അയ്യന്തോളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി കുറിക്കുന്ന ഉത്സവ മാമാങ്കം ഭരണത്തിന്റെ അടിയന്തരത്തിൻ്റെതുകൂടിയാണെന്നും CPM ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് ICUവിൽ കിടക്കുന്ന അവസ്ഥയിലാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകുന്നത്. വീണയും വിവേകും കമലേടത്തിയും അടങ്ങുന്ന പാറപ്പുറം കമ്മിറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നും ശോഭ പരിഹസിച്ചു. നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ ഒരു ഉത്സവത്തിന്, മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അർഹമായിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ അവർ തെരുവിൽ പ്രതിഷേധിച്ചതും അവരവസാനം അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ റീത്ത് വയ്ക്കുന്നതും ഉൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹം കാണാനിടയായി. മറുഭാഗത്ത് ആശാപ്രവർത്തകർ സ്വന്തം കുഞ്ഞുങ്ങളെ വീടിനകത്ത് നിർത്തി അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ വരുമാനത്തിന് വേണ്ടി, കാരണം ഒരു വീട് എങ്ങനെ കഴിഞ്ഞു പോകും, എത്ര രൂപ വേണം ഒരു വീട് കഴിയണം എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീട് നടത്തിക്കൊണ്ടു പോകാനായി അവർ മണിക്കൂറുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലേക്കും മുന്നോട്ട് നയിച്ച് കോവിഡ് കാലത്ത് മനുഷ്യർക്കിടയിൽ സ്വന്തം ജീവൻ വകവയ്ക്കാതെ പ്രവർത്തിച്ച ആ ആശാപ്രവർത്തകർ മറുഭാഗത്ത് സമരരംഗത്ത് തുടരുകയാണ്. ടൂറിസം വികസന മന്ത്രിയായ മുഹമ്മദ് റിയാസ് കേന്ദ്ര ടൂറിസം മന്ത്രിയായ സുരേഷ് ഗോപിയുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. ക്രിസ്ത്യൻ സമൂഹവുമായി BJP അടുക്കുന്നത് തടയിടാൻ കോൺഗ്രസ് അഹോരാത്രം പ്രവർത്തിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വൈകും. കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ ധൃതി പിടിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പിന്നീട് കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കേസിൽ ഷൈനിന്റെ ഫോണിൽ നിന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇവ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഷൈനിന്റെ ലഹരി പരിശോധനാ ഫലമടക്കം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമയ്ക്ക് പുറത്ത് നിയമ നടപടിയുമായി മുന്നോട്ടില്ലെന്ന് നടി വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. സിനിമയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് തന്റെ നിലപാട്. ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റിക്കും നൽകിയ പരാതി പിൻവലിക്കില്ലെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും വിൻസി പറഞ്ഞു. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം.
വെണ്ടൂർ അളഗപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലീവിയ ആണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലീവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലീവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലീവിയയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. തുടർന്നും അവശത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ മദ്യനയത്തിൽ കള്ളുചെത്ത് വ്യവസായത്തിന് എന്തെങ്കിലും പ്രയോജനമോ സംരക്ഷണമോ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായം തകർക്കുന്ന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് മാള ചാലക്കുടി റേഞ്ച് ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാള എക്സൈസ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ മദ്യ വിൽപ്പനശാലകൾക്ക് 100-ഉം കള്ളുഷാപ്പുകൾക്ക് 400 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയും നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന സർക്കാർ നിലവിലുള്ള പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കാൻ തയ്യാറാകണം. കള്ളുചെത്ത് വ്യവസായ മേഖലയിൽ ഇതിനകം നിരവധി തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ മാള ചാലക്കുടി റേഞ്ച് പ്രസിഡന്റ് KV വസന്തകുമാർ അധ്യക്ഷനായി. AV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ, KM ലെനിൻ, MV അനിലൻ, VM ചന്ദ്രബോസ്, CN സുധാർജനൻ, AP വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് കണിയാമ്പലിൽ പന്നിവേട്ടക്കാരനെ പന്നികൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. മുകേഷിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പന്നിവേട്ടയ്ക്കിടെ വെടികൊണ്ട പന്നിയെ നോക്കാൻ പോയ സമയത്ത് കൂട്ടമായി എത്തിയ പന്നിക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ മുകേഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. 26 വയസ്സ് പ്രായമുള്ള കൊമ്പൻ ഗണപതി ഉദരസംബന്ധമായ അസുഖവും വിറയലും മൂലം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ഗണപതി. 2012-ൽ ഒറ്റപ്പാലത്ത് നിന്നാണ് ആനയെ കൊണ്ടുവന്നത്. കഴിഞ്ഞ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ഉത്സവത്തിലും പങ്കെടുത്തിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VGP വർഗീസിന്റെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മലയാറ്റൂരിൽ ആനയുടെ സംസ്കാരം നടത്തും. ധാരാളം ആരാധകരുള്ള ഗണപതിയെ അവസാനമായി കാണാൻ നിരവധി ആനപ്രേമികളാണ് കരുവന്തലയിൽ എത്തിയത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി TCV ഒരുക്കിയ സിഗ്നേച്ചർ ഫിലിമിന്റെ പ്രകാശനം നടന്നു. തൃശൂർ TCV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പാറമേക്കാവ് സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് തൃശൂർ പൂരം സിഗ്നേച്ചർ ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു. എല്ലാ പ്രേക്ഷകരെയും വളരെ ആനന്ദത്തിൽ ആറാടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തൃശൂർ പൂരം അവസാനം പ്രേക്ഷകരിലെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. TCV ഒരുക്കിയ ഈ സിഗ്നേച്ചർ കാണേണ്ട വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എല്ലാ കൊല്ലവും TCV എല്ലാ ഉത്സവങ്ങളും വീട്ടിൽ നടത്തുന്ന എല്ലാ ഉത്സവങ്ങളും പ്രത്യേകിച്ച് തൃശൂർ പൂരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. TCVക്ക് ഇത് പൂരം ലൈവ് ടെലികാസ്റ്റ് ഭംഗിയായി നടത്തട്ടെ. എല്ലാം വളരെ ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി ഇക്കൊല്ലം എല്ലാം നല്ല ഭംഗിയായി അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. TCV ഡയറക്ടർ AG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിഗ്നേച്ചർ ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു. TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, ജനറൽ മാനേജർ മനോജ് കമ്മത്ത് തുടങ്ങി TCV സ്റ്റാഫ് അംഗങ്ങളും സിഗ്നേച്ചർ ഫിലിം അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ് തൃശൂർ. പൂരാവേശം നിറച്ച് TCVയുടെ സിഗ്നേച്ചർ ഫിലിം. തൃശൂർ പൂരം കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതുവരെയുള്ള എല്ലാ ചടങ്ങുകളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന TCV ഇത്തവണയും പതിവ് തെറ്റിക്കാതെ സിഗ്നേച്ചർ ഫിലിം പുറത്തിറക്കി. അപ്പുനെ വിളിക്കാൻ പോയി അച്ഛനെ കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ. അച്ഛൻ എവിടെ പോയി? അച്ഛാ, ഇവരെവിടെ പോയി കിടക്കുക?
ഞാൻ പോയി വിളിച്ചിട്ട് ഒന്ന് നോക്ക് പോയിട്ട്. ഓ, വിളിക്കാൻ പോയ ആളെ കാണാനല്ലോ. ശരിയാക്കി തരാല്ലേ അതിന്. രാത്രി ഞാൻ കൊടുക്കരുത്. TCVയുടെ തത്സമയ സംപ്രേഷണം ചാനലിന് മുന്നിൽ തന്നെ ഇരുന്ന് പൂർണ്ണമായി ആസ്വദിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് തീം. TCV ക്യാമറമാനും നിരവധി ഷോർട്ട് ഫിലിമുകളുടെ സംവിധായകനുമായ ഷിബി പോട്ടോരാണ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് രാജൻ എഡിറ്റിംഗും വിജേഷ്നാഥ് മരത്തങ്കോട് ക്യാമറയും നിർവഹിച്ചിരിക്കുന്നു. PV ഷാമിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. മനുമായ രതീഷ് കുമാർ, ജഗൻ ശ്യാം ലാൽ, HS ഹരിത, ജയപ്രകാശ്, പൊന്നി സുദർശൻ എന്നിവരാണ് വേഷമിട്ടിട്ടുള്ളത്. പ്രേക്ഷകർക്ക് പൂരാവേശം സമ്മാനിക്കുന്നതാണ് സിഗ്നേച്ചർ ഫിലിം. പൂരങ്ങളുടെ പൂരം TCVയിൽ തത്സമയം. പൂരമാസ്വദിക്കൂ, പൂരത്തിന്റെ മനസ്സറിഞ്ഞ TCVക്കൊപ്പം. തൃശൂർ പൂരം വിളംബരത്തിന് നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി തെക്കേ ഗോപുരനട തുറക്കാൻ ഇക്കുറിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ തന്നെ. ദേവസ്വം കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള ധനസഹായം പൂരം കുടിയേറ്റത്തിന് മുൻപായി വിതരണം ചെയ്യുന്നതിനും സമയക്രമീകരണങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനും തീരുമാനിച്ചു. കൊടിയേറ്റം മുതൽ പൂരം ഉത്രം കൂടിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഘടകപൂരങ്ങൾക്കും നിത്യചടങ്ങുകൾക്കുമുള്ള ആനകളെ നൽകുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താന്യം കിഴുപ്പിള്ളിക്കരയിൽ പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടുന്ന ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. നാരായണം കുളങ്ങര ക്ഷേത്ര പരിസരത്താണ് ഏറ്റുമുട്ടലുണ്ടായത്. അന്തിക്കാട് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നുപീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ റനീസിനെയാണ് ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാറളം കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചതിനാണ് റനീസിനെ അറസ്റ്റ് ചെയ്തത്. മണ്ണമ്പേട്ടയിൽ ബസ്സും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചാണ് ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്ക് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. മറ്റൊരു സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ അമ്മയെയും മകളെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തയ്യൂർ സ്വദേശിയായ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പട്യാത്തു വീട്ടിൽ വിജയന്റെ മകൻ ജിത്തു എന്ന് വിളിക്കുന്ന 29 വയസ്സുള്ള വിവേക് ആണ് മരിച്ചത്. മസ്തിഷ്കാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു. കുന്നംകുളം തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ പോകുന്ന MKK ബസ്സിലെ ഡ്രൈവറാണ് ജിത്തു. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ബസ് ഓടിച്ച് തൃശൂരിൽ എത്തിയപ്പോൾ ശക്തമായ തലവേദന അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാവറട്ടി പുതുമനശ്ശേരി ജുമാ മസ്ജിദ് പള്ളി ഓഫീസിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം. ഏകദേശം 10,000 രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. പാവറട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ISROയുടെ പ്രദർശന സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ N. വിനോദ് കുമാർ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്പേസ് വിഷൻ 2047 ആണ് ഈ വർഷത്തെ പ്രദർശനത്തിന്റെ പ്രമേയം. ഇതിൽ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, പുതിയ വിക്ഷേപണ വാഹനമായ NGLV, ശുക്രനെപ്പറ്റി പഠിക്കാനുള്ള വീനസ് ഓർബിറ്റർ ദൗത്യം എന്നിവയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി ചാന്ദ്ര കോളനിയുടെ ദൃശ്യാവിഷ്കാരം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക, മറ്റ് വിവിധ റോക്കറ്റ്, ഉപഗ്രഹ മോഡലുകൾ എന്നിവയാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണങ്ങൾ. പവലിയനിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കുട്ടികൾക്കും സന്ദർശകർക്കും പ്രദർശന വസ്തുക്കൾ ലളിതമായി വിശദീകരിക്കാൻ ISRO ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ ഒരു സംഘം മേളയിലുണ്ട്.
എടവിലങ്ങിൽ യുവാക്കൾ ഒരുക്കിയ കളിക്കളത്തിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു. എടവിലങ്ങ് ബേബി ഗിരിജ റോഡിനു സമീപം സ്വകാര്യ വ്യക്തി വിട്ടുനൽകിയ സ്ഥലത്താണ് പ്രദേശത്തെ യുവാക്കൾ കളിസ്ഥലം ഒരുക്കിയിരുന്നത്. ഫുട്ബോൾ കളിക്കുന്നതിനായി ഇവിടെ തയ്യാറാക്കിയിരുന്ന മുള കൊണ്ടുള്ള ഗോൾ പോസ്റ്റുകൾ അടിച്ചു തകർക്കുകയും മോഷ്ടിക്കുകയും ചെയ്തു. പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും തമ്പടിക്കുന്നത് പതിവാണെന്നും ലഹരിക്കെതിരെ കായിക വിനോദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ കളിക്കളം നശിപ്പിച്ചത് ലഹരി സംഘം തന്നെയാണെന്നും എടവിലങ്ങ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഷഫീഖ് ദാദ, അഡ്വക്കേറ്റ് നിയാമത്ത് എന്നിവർ ആരോപിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ, വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് ധീരമായ നിലപാടുകളുടെ ഇടയിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തനെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. ഭക്തരോടുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പാലിയക്കരയിലെ ടോൾ പിരിവ് അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ കമ്മിറ്റി. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് CPI. ആശാവർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ മനസ്സില്ലാത്ത സർക്കാരാണ് ഭരണത്തിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തെ അവികസിത സംസ്ഥാനമാക്കിയതിന്റെ ആഘോഷത്തിനാണ് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വൈകും. പരാതിയിൽ ഉറച്ചു മുന്നോട്ടു പോകുമെന്ന് നടി വിൻസി അലോഷ്യസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.